കണ്ടില്ലേ, ഇത് നമ്മുടെ ഗ്യാസിന്റെ റെഗുലേറ്ററാണ്. ഈ റെഗുലേറ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാറി കിട്ടുമെന്ന് എത്ര പേർക്ക് അറിയാം? Out of court, the Legal Counseling Center Cochin. Legal awareness make you more power. പക്ഷേ ഒരു ചെറിയ കാര്യം കൂടെ ഉദ്ബോധിപ്പിക്കാനുണ്ട്. നമുക്കറിയാം, ഇത് നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഈ ഹോസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്യാസിന്റെ റെഗുലേറ്ററോ ഒന്നും ആരും ചെക്ക് ചെയ്യാറില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്റ്റൗ ഒക്കെ ചിലപ്പോൾ സർവീസ് ചെയ്തു വരും, പക്ഷേ ഈ പറഞ്ഞ ഗ്യാസിന്റെ ഈ സാധനമൊന്നും നോക്കാറില്ല. ഇതിലേക്കൂടെയൊക്കെ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടാവും, മൈന്യൂട്ട് ആകും, നിങ്ങൾ അറിയാത്തതായിരിക്കാം. ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് തരേണ്ടത്. ഇത് റീപ്ലേസ് ചെയ്ത് തരേണ്ട ചുമതല അതാത് ഏജൻസികൾക്കുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്ക്, നമ്മളുടെ ഗ്യാസിന്റെ ബുക്കുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് മാറി കിട്ടുകയും ചെയ്യും. പക്ഷേ ട്വിസ്റ്റ് അതല്ല. ഇന്ന് ഞാനിത് മാറുവാനായിട്ട് എൻ്റെ പഴയ റെഗുലേറ്ററുമായിട്ട് എൻ്റെ ഏജൻസിയിലേക്ക് ചെന്നു. ഇന്ത്യൻ എന്ന കമ്പനിയുമായിട്ടാണ് എൻ്റെ ടൈപ്പ്. ആ ഏജൻസിയിലേക്ക് ചെന്നു. ഏജൻസി അപ്പോൾ തന്നെ എൻ്റെ കാർഡൊക്കെ വാങ്ങിയിട്ട് ഇത് മാറ്റി അപ്പുത്തുന്ന ശേഷം പറഞ്ഞു, സർ ഒരു 75 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. എനിക്കിതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചു, വൈ, എന്തിന് ഞാൻ 75 രൂപ അടയ്ക്കണം? അല്ല, അതങ്ങനെയാണ് 75 രൂപ അടയ്ക്കണം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ 75 രൂപ അടയ്ക്കാം, പക്ഷേ എനിക്ക് നിങ്ങൾ ഇതിന്റെ റെസിപ്റ്റ് തരണം. എന്ത് റെസിപ്റ്റാണ് തരേണ്ടത്? 75 രൂപ ഇത് റീപ്ലേസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോൾ റെസിപ്റ്റ് എനിക്ക് തരണം എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊന്ന് വാല് കുറിച്ച ശേഷം ഒരു മിനിറ്റ് ഞാൻ സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ ഹയർ അതോറിറ്റിയെ വിളിച്ചു. അല്പനേരത്തിനുള്ളിൽ അയാളെത്തി. ഞാൻ അയാളോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് 75 രൂപ തരേണ്ടത് എന്തിനാണ്? ഇനി അഥവാ 75 രൂപ തന്നാലും നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് റെസിപ്റ്റ് തരുന്നത് വെച്ചാൽ പറഞ്ഞു, സാർ ഇത് സെയിലല്ലോ, അതായത് ഇതെനിക്ക് അവർ വിൽക്കുകയല്ല എന്ന് അയാൾ സമ്മതിച്ചു. അതായത് അതിന്റെ അർത്ഥം അയാൾ നമുക്ക് ഫ്രീ ആയിട്ട് തരേണ്ട സാധനമാണ്. അപ്പോൾ അതിനേക്ക് റെസിപ്റ്റ് തരാൻ പറ്റില്ല. പിന്നെ 75 രൂപ ആർക്കുള്ളതാണ്? അവിടെയാണ് പല ഏജൻസികളുടെയും ചെറിയ നമ്പർ. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ചെല്ലുമ്പോൾ ഇപ്പൊ എന്റെ ഭാര്യയാണ് ഈ ഭാഗത്ത് പോയെങ്കിൽ അയാൾ ഒന്നും ചിന്തിക്കില്ല, 75 രൂപ അല്ലേ, പോട്ട് നോക്കും, ചെറിയൊരു തുക അവർ പറയുകയുള്ളൂ. അപ്പൊ 10 എണ്ണം മാറിയാൽ 750, 100 എണ്ണം മാറിയാൽ 7500, ഒരു ചെലവുമില്ലാതെ അവരതിൽ ഈ കാശ് എത്തും. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് കാശ് എടുക്കുന്ന ഒരു കുഴപ്പമില്ല, അങ്ങനെ തരണമെങ്കിൽ എനിക്ക് നിങ്ങൾ ഈ റെസിപ്റ്റ് തരണം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ബാക്കിൽ പറയും, അത് കൊടുത്തു വിട്ടേക്കൂ. അപ്പൊ വെറുതെ അയാൾ എനിക്ക് തരില്ലല്ലോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക തന്നെ വേണം. അത്തരം ഒരു ചോദ്യത്തിലേക്കാണ് എനിക്ക് 75 രൂപ എന്റെ പോക്കറ്റിൽ നിന്ന് പോകാതിരുന്നത്. 75 രൂപ വലിയ തുകയൊന്നുമല്ല. 2 പൊറോട്ടയും ഒരു മുട്ടക്കറിയും കഴിച്ചാൽ തീരുന്ന കാശുമില്ല. പക്ഷേ നമ്മൾ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും, പക്ഷേ നമ്മളെ പറ്റിക്കാൻ പാടില്ല. അവിടെയാണ് പ്രധാനം. നമ്മൾ ടിപ്പ് കൊടുക്കാറുണ്ട്, ഒരു പ്രശ്നമേ അല്ല. പക്ഷേ നമ്മളെ ഒരാൾ പറ്റിച്ച്, ഇല്ലാത്ത ഒരു നിയമം കാണിച്ചുകൊണ്ട് നമ്മളെ പറ്റിച്ചു വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഇത് കണക്ക് തന്നെയാണ് പലപ്പോഴും ഇവരുടെ കിലോമീറ്ററിന്റെ കാര്യത്തിൽ. ഇത്ര കിലോമീറ്റർ, 3 കിലോമീറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. 3 ചുറ്റളവിൽ ഇത് വിതരണം ചെയ്യുന്നതിന് ഈ പറഞ്ഞ ഗ്യാസ് കൊണ്ടുവരുന്നവർക്ക് പണം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മിക്ക ആൾക്കാരും 20ഉം 25 രൂപയും കൊടുക്കും. ടിപ്പായിട്ട് കൊടുക്കുന്നവരുണ്ട്. ടിപ്പായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. പക്ഷേ ചില ആൾക്കാരല്ല, ഈ കാശ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാർ.